ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്ലൗസിൻ്റെ ഭംഗിയുള്ള കൈയുടെ ഒരു മോഡലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഞാനൊരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൈയുടെ അളവിൽ. അത് എത്രയാണോ അളവ് അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ 2 പീസ് എടുക്കുക. ഒരു 15 ഇഞ്ച് വീതിയും ഒരു 17 ഇഞ്ച് നീളവും. അതിനുശേഷം അതിൻ്റെ കോർണറിൽ ഇതുപോലെ 5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. 2 വശവും 5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് അതിന് കണക്കായിട്ടൊരു ഫോൾഡ് ഇടുക. ഒരു 3/4 ഇഞ്ച് വീതിക്കുള്ളൊരു പ്ലീറ്റ് മാത്രമേ പിടിക്കണ്ടൂ. 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. 2 വശത്തായിട്ട് വീണ്ടും അതിന് കറക്റ്റായിട്ട് 3/4 ഇഞ്ച് വീതിക്ക് ഒരു പ്ലീറ്റ് എടുക്കുക. എന്നിട്ട് പിന്നടിക്കുക. അപ്പോൾ ഞാൻ അടിക്കുന്ന ഈ പിന്ന് വളരെ ചെറുതാണ്, അതേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിയ പിന്ന് വാങ്ങിക്കാം. കാരണം ഇതാവുമ്പോൾ നമ്മൾ അത്യാവശ്യം കൈക്കൊക്കെ കുത്തും, എന്നാലും കുഴപ്പമില്ല. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വീണ്ടും ഫോൾഡ് ഇടുക. ഇതുപോലെ ഒരു പീസിൻ്റെ മേലെ 7 പ്ലീറ്റ് ഇടണം. നമ്മൾ ഈ മാർക്ക് ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഇഞ്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെറുതും വലുതുമായിട്ട് കാണാൻ ഭംഗിയില്ലാതെയായിപ്പോവും. അപ്പോൾ നമ്മളൊരു പീസിൻ്റെ മേലെ 7 പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്യാം. അത് ചെയ്ത പോലെ തന്നെ 5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് നമ്മൾ നേരെ തിരിച്ചിട്ടാണ് പ്ലീറ്റ് ഇടുന്നത്. ഇതും അതുപോലെ തന്നെ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം ഇതേപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യുക.
രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിലേക്ക് കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. പിന്നൊക്കെ ഇങ്ങോട്ട് അഴിച്ചു മാറ്റാതിന് കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നൊക്കെ അഴിച്ച് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കൈക്ക് തരയ്ക്കും. എല്ലാ പിന്നും അഴിച്ച് മാറ്റുക. ഇതേപോലെ രണ്ട് പീസും തയ്ച്ചെടുത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിന് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ട് ജോയിൻ്റ് ഇതേപോലെ വെച്ച് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കിയതിന് ശേഷം നേരെ എടുത്ത് മറച്ച് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നേരെ തിരിച്ച് വെച്ചിട്ട് ഇത് രണ്ട് വശത്തോട്ടായിട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ അത് ഇസ്തിരി വെച്ചിട്ട് ചെയ്യുക, കൈകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കൈ എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ആ ലൈനിലേക്ക് കൂടെ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. രണ്ട് പീസും അതേപോലെ തന്നെ ചെയ്തെടുത്ത് കൂടുതൽ വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൈ അതിൻ്റെ മുകളിൽ വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു കൈ ഏകദേശം തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ ഇപ്പം തന്നെ ചെയ്തോളൂ. അതിനുശേഷം താഴത്ത് വെച്ച് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഞാനവിടെ ഒരു ചെറിയൊരു ലേസ് വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഓരോരോ ആൾക്ക് ഇഷ്ടം പോലെ എങ്ങനെ മോഡൽ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. ലേസ് ഞാൻ ഒരു ചെറിയൊരു ലേസാണ് വെക്കണത്. ഇതേപോലെ വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം പുറത്ത് കാണുന്ന വിധത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് കൈയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങെടുത്ത
അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓരോ പോയിൻറ്റിന് കണക്കായിട്ട് ഓരോ മുത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന കൈയുടെ ഡിസൈൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വണക്കം. ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്.